എഫേസ് ലേഖന പഠനം തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം 1ഉം 2ഉം അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നത് 3ആം അധ്യായത്തിലാണ്. ഇനി എഫീഷ്യൻസ് ചാപ്റ്റർ 3. ഈ അധ്യായത്തിൽ പ്രധാനമായും പൗലോസ് അപ്പസ്തോലൻ വിശദീകരിച്ചിരിക്കുന്നത് ദൈവം തന്നെ എങ്ങനെയാണ് ഈ കൃപയുടെ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനാക്കിയതെന്നും, വാട്ട്സ് ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ രഹസ്യം എന്താണെന്നും, ആൻഡ് വാട്ട്സ് ദ മിഷൻ ആൻഡ് പർപ്പസ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദ ചർച്ച്. ഈ കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വായിക്കാം, ഈ വചനങ്ങൾ നമുക്ക് വായിക്കാം. 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപ്പാട് വഴിയാണ് ഈ രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും ഈ ഇപ്പോൾ എന്ന വാക്യം നാം സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപ്പാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളുമാണ്. എനിക്കറിയാം നിങ്ങളിൽ മിക്കവരും ഈ വചനങ്ങളോട് പരിചയമില്ലാത്തവരാണ്. നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയോ യേശുക്രിസ്തു സംസാരിച്ച ഉപമകളെ പറ്റിയോ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ പറ്റിയോ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. പക്ഷേ ഈ സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകലെയാണ്, കൃപായുഗത്തിൽ നിന്ന് അകലെയാണ്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ നിന്ന് അകലെയാണ്. യു ആർ അവേ ഫ്രം ദ അൺസേർച്ചബിൾ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് യു ആർ അവേ ഫ്രം ദ റാപ്ചർ വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ സൂൺ. നിങ്ങൾ ഇനി വേഗം നടക്കാനിരിക്കുന്ന ഉൽപ്രാപണം, ആ ഇവന്റിൽ നിന്നും നിങ്ങൾ അകലെയാണ്. അതുകൊണ്ട് നമുക്ക് ഇത് ശ്രദ്ധയോടെ പഠിക്കാം. ദൈവം പൗലോസ് അപ്പസ്തോലന് വെളിപ്പെടുത്തി കൊടുത്തത് പഴയ നിയമത്തിലെങ്ങും, നോട്ട് ഈവൻ ദ 4 ഗോസ്പെൽസ്, ഈ പഴയ നിയമത്തിലും 4 സുവിശേഷങ്ങളിലും മറ്റേതെങ്കിലും ബൈബിളിലെ പുസ്തകത്തിൽ നമുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാനോ പഠിപ്പിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. നൗ ഇറ്റ് സെർച്ചബിൾ ബട്ട് ഓൺലി ഇൻ പോൾസ് റൈറ്റിംഗ്സ്. ഇത് ഇപ്പോൾ സെർച്ചബിൾ ആണ്, പക്ഷെ അത് പൗലോസിന്റെ ലേഖനങ്ങളിൽ മാത്രമേ നമുക്കിത് തിരഞ്ഞെടുക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഇറ്റ്സ് എ മിസ്റ്ററി ആൻഡ് ഇറ്റ്സ് unsearchable. അതുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ഫോർ ദിസ് കോസ് ഐ പോൾ ദ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ യു ജെന്റൈൽസ്. ഇക്കാരണത്താൽ വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ എന്ന് പൗലോസ് എഴുതുന്നു. അപ്പോൾ ഏതാണ് ആ കാരണങ്ങൾ? ഇക്കാരണത്താൽ എന്ന് പറയുമ്പോൾ ഏതാണ് ആ കാരണങ്ങൾ? മാത്രമല്ല ആർക്കു വേണ്ടിയാണ് പൗലോസ് തടവുകാരനായി തീർന്നിരിക്കുന്നത്? ഫോർ ഹും. ഈ കാരണങ്ങൾ പൗലോസ് അപ്പസ്തോലൻ 1ഉം 2ഉം അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്ന കാരണങ്ങളാണ്. ആ കാരണങ്ങൾ വിവരിച്ചു കഴിഞ്ഞിട്ടാണ് പൗലോസ് അപ്പസ്തോലൻ ഇക്കാരണത്താൽ എന്ന് പറഞ്ഞെഴുതുന്നത്. ഇനി ആർക്ക് വേണ്ടിയാണ് പൗലോസ് അപ്പസ്തോലൻ തടവുകാരനായി തീർന്നിരിക്കുന്നത്? ജാതികൾക്ക് വേണ്ടി. അതായത് പുതിയ രഹസ്യമാണ്, ഇതൊരു പുതിയ സുവിശേഷമാണ്, ഇതൊരു പുതിയ കൃപായുഗമാണ്. ഇറ്റ്സ് എ ന്യൂ ഡിസ്പെൻസേഷൻ ആൻഡ് ഇറ്റ്സ് എ ന്യൂ ഗോസ്പെൽ വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് ഇൻ ഗോഡ്സ് മൈൻഡ് സിൻസ് ദ വേൾഡ് ബിഗാൻ. അതായത് ദൈവത്തിന്റെ ഹൃദയത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യമാണ് പൗലോസ് അപ്പസ്തോലന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഇത് പൗലോസ് പ്രസംഗിച്ചത് നിമിത്തമാണ് പൗലോസ് ഇപ്പോൾ തടവിലായിരിക്കുന്നത്. ദാറ്റ്സ് വൈ പോൾ ഈസ് ഇൻ പ്രിസൺ നൗ. ഈ സുവിശേഷത്തിൽ യഹൂദനെന്നോ ജാതിയെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ സ്ത്രീയെന്നോ പുരുഷനോ ദൈവം എന്നോ വ്യത്യാസം ദൈവം കൽപ്പിച്ചിട്ടില്ല. പിന്നെയോ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഓൾ ആർ വൺ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇതാണ് ദൈവം നമുക്ക് ഇന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയമം. പൗലോസിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യഹൂദർ അദ്ദേഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. അവർ അല്പസ്വല്പം വിജയിക്കുകയും ചെയ്തു. അവർ പറഞ്ഞ കാരണം കൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ തന്റെ ശിരസ് മുണ്ഡനം ചെയ്തതും ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തിയതും അതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് കർത്താവ് അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് വെളിപ്പാടുകളിലൂടെ അദ്ദേഹം കുറച്ചുകൂടി ആത്മാവിൽ വളർന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനി മനുഷ്യരെ അല്ല ഞാൻ പ്രസാദിപ്പിക്കേണ്ടത്, ദൈവത്തെയാണ് പ്രസാദിപ്പിക്കേണ്ടത്, ക്രിസ്തുവിനെയാണ് പ്രസാദിപ്പിക്കേണ്ടത് എന്ന് അദ്ദേഹം ഒരു ബോൾഡ് സ്റ്റാൻഡ് എടുത്തു ഈ സുവിശേഷത്തിൽ. അതുകൊണ്ടാണ് ഈവൻ പത്രോസിനോട് പോലും പത്രോസ് കാപട്യം കാണിച്ചപ്പോൾ പത്രോസിന്റെ മുഖത്ത് നോക്കി പൗലോസ് എതിർക്കുന്നത്. ആ ഇൻസിഡന്റ് നമുക്ക് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിനുശേഷം പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞു, ഫോർ ഇൻ നത്തിങ് ഐ ആം ബിഹൈൻഡ് ദ വെരി ചീഫസ്റ്റ് അപ്പോസിൽസ്. അതായത് ഈ അപ്പസ്തോല ശ്രേഷ്ഠന്മാരെക്കാൾ ഒട്ടും ഞാൻ കുറഞ്ഞവനല്ല. അതിനുശേഷം വീണ്ടും അദ്ദേഹം പറയുന്നു, ഫോർ ഇഫ് ഐ യെറ്റ് പ്ലീസ് മാൻ ഐ ഷുഡ് നോട്ട് ബി ദ സെർവന്റ് ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ
ക്രിസ്തുവിന്റെ ദാസൻ ഞാൻ ആവുകയില്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, I certify you that the gospel which was preached of me is not after man. അതായത് ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല, അത് ഞാൻ മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതല്ല, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര എനിക്കിത് ലഭിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. The gospel which was preached of me is not after man, for I neither received it of man, neither was I taught it, but by the revelation of Christ. ക്രിസ്തുവിന്റെ വെളിപ്പാടിലൂടെയാണ് എനിക്ക് ഈ രഹസ്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തിയത്. ഗലാത്യ ലേഖനം 1:15 നാം കാണുന്നു, God separated me from my mother's womb and called me by his grace to reveal his son in me, that I might preach him among the Gentiles. ക്രിസ്തുവിനെ ജാതികളുടെ ഇടയിൽ പ്രഘോഷിക്കുന്നതിനാണ് പൗലോസിനെ ദൈവം വേർതിരിച്ചത്. ഇനി നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26 വരാം. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ തന്റെ സാക്ഷ്യം അഗ്രിപ്പ രാജാവിനോട് വിവരിക്കുകയാണ്. താൻ കർത്താവിനെ കണ്ടുമുട്ടിയ ഇൻസിഡന്റ്, ആ എൻകൗണ്ടർ പൗലോസ് അപ്പസ്തോലനോട് വിവരിക്കുകയാണ്. 26 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Acts chapter 26:16. ഇവിടെ പറയുന്നു, നീ എഴുന്നേറ്റ് നിൽക്കുക, ഇപ്പോൾ നീ എന്നെപ്പറ്റി കണ്ടതും ഇനി കാണുവാനിരിക്കുന്നതുമായവയ്ക്ക് സാക്ഷിയും ശുശ്രൂഷകനുമായി നിന്നെ നിയമിക്കാനാണ് ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നിന്നെ ഞാൻ നിന്റെ ജനത്തിൽ നിന്നും വിജാതീയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കിലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും സാത്താന്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. So we have to learn many things from this passage. ഈ പാരാഗ്രാഫിൽ നിന്ന് നാം കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ദൈവം പൗലോസ് അപ്പസ്തോലന് പ്രത്യക്ഷപ്പെട്ട് പൗലോസ് അപ്പസ്തോലനെ വേർതിരിക്കുകയാണ്. തന്റെ സ്വന്തം ജനത്തിൽ നിന്നും ജാതികളിൽ നിന്നും വേർതിരിക്കുകയാണ്. എന്തിനാണത്? എന്നിട്ട് ജാതികളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. എന്തിനാണത്? അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും സാത്താന്റെ ശക്തിയിൽ ദൈവത്തിലേക്കും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും അവരെ കൊണ്ടുവരാനാണ്. അവരുടെ ആന്തരിക കണ്ണുകൾ പ്രകാശിപ്പിക്കാനാണ് ദൈവം ജാതികളുടെ അടുക്കിലേക്ക് പൗലോസ് അപ്പസ്തോലനെ അയക്കുന്നത്. അങ്ങനെ അവസാനമായി ഇവിടെ പറയുകയാണ്, എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. ബൈ ദ ഫെയ്ത്ത് ഇൻ മീ, ദോസ് ഹു ആർ സാങ്ക്ടിഫൈഡ് ബൈ ഫെയ്ത്ത് ഇൻ മീ. ഈ വാക്യം നാം അണ്ടർലൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ബൈ ഫെയ്ത്ത് ഇൻ മീ, അതായത് സോ ഗോഡ് ഹാസ് ചോസൺ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് പ്രീഡെസ്റ്റിനേറ്റഡ് ദം ഇൻ ദ ഹെവൻലീസ്. ദൈവം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ തെരഞ്ഞെടുത്ത് അവരെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ തന്റെ പുത്രനിൽ നമ്മെ തെരഞ്ഞെടുക്കുകയും തിരഹിതത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ ദത്തെടുക്കുകയും അങ്ങനെ ദൈവം തന്നെ മക്കളാക്കുകയും അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിനായി നാം നിത്യമായി ജീവിക്കേണ്ടവരാകുന്നു. ആൻഡ് ടു ഗീവ് us ഹിസ് ഗ്ലോറി, ദൈവം തന്റെ മഹത്വം നമുക്കും കൂടി നൽകുന്നതിനാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. അത് നാം 1-ാം അധ്യായത്തിൽ നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. സോ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് appeared to Paul to ordain him and to minister him as the apostle of the special gospel. കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടത് ഈ സുവിശേഷത്തിന്റെ അപ്പസ്തോലനായി നിയോഗിക്കാനാണ് കർത്താവ് പൗലോസ് അപ്പസ്തോലന് പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ആൻഡ് പോൾ സ്റ്റാർട്ടഡ് ടു പ്രീച്ച് ദിസ് ഗോസ്പൽ. പൗലോസ് അപ്പസ്തോലൻ ഈ സുവിശേഷം യഹൂദരുടെ ഇടയിലും ജാതികളുടെ ഇടയിലും പ്രസംഗിക്കാൻ ആരംഭിച്ചു. അപ്പോൾ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, പോൾ സേസ്, ഫോർ ദിസ് കോസ് ഐ പോൾ ദ പ്രിസണർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ യു ജെന്റൈൽസ്. അപ്പോൾ ഇതാണ് പൗലോസ് അപ്പസ്തോലൻ ഇപ്പോൾ തടവിലായിരിക്കുന്നതിന്റെ കാരണങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ തടവുകാരനായി തീർന്നിരിക്കുന്നത്. മറ്റ് അപ്പസ്തലന്മാരും തടവിലായിട്ടുണ്ട്, പക്ഷേ അത് ജാതികളായ നമുക്ക് വേണ്ടി ആയിരുന്നില്ല. ജാതികളായ നമുക്ക് വേണ്ടി തടവിലായിരിക്കുന്നത് പൗലോസ് അപ്പസ്തോലനാണ്. ബിക്കോസ് പോൾ ഈസ് ദ അപ്പോസ്റ്റൽ ഓഫ് ജെന്റൈൽസ്. പൗലോസ് ആണ് ജാതികളുടെ അപ്പസ്തോലൻ. റോമാലേഖനം 11-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു, ഫോർ ഐ സ്പീക്ക് ടു ജെന്റൈൽസ് ഇൻ ആസ് മച്ച് ഐ ആം ദ അപ്പോസ്റ്റൽ ഓഫ് ദ ജെന്റൈൽസ് ഐ മാഗ്നിഫൈ മൈൻ ഓഫീസ്. അതായത് വിജാതീയരായി നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു, വിജാതീയരുടെ അപ്പസ്തോലൻ എന്ന നിലയ്ക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. സോ പോൾ ഈസ് ദ അപ്പോസ്റ്റൽ ഓഫ് ജെന്റൈൽസ്. ക്രിസ്ത്യൻ ഗോളത്തിൽ അനേകർ ചിന്തിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണെന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെ അവർ 12 അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നു. ബട്ട് ദാറ്റ്സ് നോട്ട് ദി ട്രൂത്ത്. അതല്ല സത്യം. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത് ദൈവം പൗലോസിനെ രക്ഷിച്ചതോടുകൂടിയാണ്.
And Paul is not part of the 12 apostles. പൗലോസ് അപ്പസ്തോലൻ 12 അപ്പസ്തോലന്മാരുടെ ഭാഗമല്ല. 26 അധ്യായത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26 അധ്യായത്തിൽ നാം കണ്ടുവല്ലോ, ദൈവം പൗലോസിനെ സ്വന്തം ജനത്തിൽ നിന്നും ഇൻക്ലൂഡിംഗ് ദ 12 apostles 12 അപ്പോസ്തലന്മാരിൽ നിന്നും വേർതിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. And Lord separated him from his people including the 12 apostles, and in the beginning Lord sent him to the Jews and to preach this new mystery revelation, but they rejected Paul and his gospel. പക്ഷേ ദൈവം പൗലോസിനെ യഹൂദരുടെ അടുക്കലേക്ക് അയച്ചെങ്കിലും അവർ ഈ മിസ്റ്ററി റെവലേഷനെ അവർ അംഗീകരിച്ചില്ല, അവർ അതിനെ തള്ളിക്കളഞ്ഞു. They rejected Paul and his gospel. അതിനുശേഷം അവസാനം കർത്താവ് പൗലോസിനോട് പറയുന്നു, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 22 അധ്യായത്തിന്റെ 18 വാക്യം, 22 അധ്യായത്തിന്റെ 18 വാക്യം, കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിന് പുറത്തു കടക്കുക, കാരണം എന്നെ കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല. സോ ഫൈനലി ഇൻ ആക്ട്സ് ചാപ്റ്റർ 28 അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ പൗലോസ് പറയുന്നു, we can say that Paul says, therefore let it be known to you that the salvation of God is sent unto the Gentiles. അതായത് ദൈവത്തിന്റെ ഈ രക്ഷ നിങ്ങളിൽ നിന്നും ജാതികളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. സോ ആൻഡ് they will hear it. അവർ അത് കേൾക്കുകയും ചെയ്യും, ജാതികൾ അത് കേൾക്കുകയും ചെയ്യും. അങ്ങനെ ദൈവം ഈ സമയത്ത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 28 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ യഹൂദരുടെ പ്രോഫസി പ്രോഗ്രാം ദൈവം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്, അങ്ങനെ ഫൈനലി ദൈവം പൗലോസ് അപ്പസ്തോലനെ ജാതികളുടെ അടുക്കിലേക്ക് അയക്കുകയാണ്. And it's Paul who laid the foundation of the body of Christ, the church. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അടിസ്ഥാനമിട്ടത് പൗലോസ് അപ്പസ്തോലനാണ്. ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന പൗലോസ് നമ്മുടെ അപ്പസ്തോലനായിരിക്കുന്ന ഈ സഭയിലാണ് നാം എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 3 അധ്യായം 10 വാക്യത്തിൽ പറയുന്നു, 1 Corinthians chapter 3 verse 10. 1 കൊരിന്ത്യർ ലേഖനം 3 അധ്യായത്തിന്റെ 10 വാക്യം, എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരു അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. ഈ വിഷയത്തെ പറ്റി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ ഇറ്റ്സ് Paul who laid the foundation of the body of Christ, the church. So don't think that Pentecost is the beginning day of the church, the body of Christ. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് പെന്തക്കോസ്ത് നാളിലാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം as a new mystery revelation, its beginning day is a mystery. ദൈവം പൗലോസ് അപ്പസ്തോലനെ രക്ഷിച്ചത് കൂടെയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത്. ആ ഡേറ്റ് ബൈബിളിൽ നമുക്ക് അത് കറക്റ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ആസ് എ ന്യൂ മിസ്റ്ററി റെവലേഷൻ, ഇറ്റ്സ് എൻഡിങ് ഡേ ഓൾസോ വിൽ ബി എ മിസ്റ്ററി. ഇതൊരു മിസ്റ്ററി റെവലേഷൻ ആയതുകൊണ്ട് ഈ കൃപ യുഗത്തിന്റെ അവസാന ദിവസവും ഇത് ദൈവം അവസാനിപ്പിക്കുന്ന ദിവസവും ഒരു ദിവസം നമുക്ക് കാണാൻ സാധിക്കുകയില്ല, കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ലോകത്തിലേക്ക് നോക്കിയാൽ ആ ദിവസം അടുത്തു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ ഇറ്റ്സ് ഓൾസോ വിൽ ബി എ മിസ്റ്ററി. ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും, പൗലോസ് അപ്പസ്തോലനാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ ആദ്യത്തെ അംഗം. കാരണം 1 തിമോത്തിയോസിന് എഴുതിയ ലേഖനം 1 അധ്യായത്തിന്റെ 15 16 വാക്യങ്ങൾ പറയുന്നു, 1 Timothy chapter 1 verse 15 and 16. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, ക്രൈസ്റ്റ് ജീസസ് came into the world to save sinners, of whom I am the chief, but for this cause I obtained mercy, that in me first Jesus Christ might shew forth all long suffering for a pattern to them who should hereafter believe on him to life everlasting. So here Paul says, ഇവിടെ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്റെ അത്യന്ത കൃപ ആദ്യം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് പൗലോസിനാണ്. അങ്ങനെയാണ് പൗലോസിലൂടെയാണ് തന്റെ കൃപ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സോ പോൾ ഈസ് അവർ അപ്പോസ്റ്റൽ ആൻഡ് പോൾ ഈസ് അവർ പാറ്റേൺ. പൗലോസാണ് നമ്മുടെ അപ്പസ്തോലനും പൗലോസാണ് നമ്മുടെ മാതൃകയും. അങ്ങനെയാണ് ദൈവ ഈ യുഗത്തിൽ നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ ഇനി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും മാതൃക പൗലോസ് അപ്പസ്തോലനാണ്. പൗലോസിന്റെ സുവിശേഷത്തെയാണ് നാം ഈ യുഗത്തിൽ അനുസരിക്കേണ്ടത്.
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായത്തിലാണ് ആദ്യമായി ദൈവം പൗലോസിന് പ്രത്യക്ഷപ്പെടുന്നത്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ആരംഭിച്ചത് പെന്തക്കോസ് നാളിലോ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ലോ അല്ല. പിന്നെയോ കർത്താവ് പൗലോസിന് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി പൗലോസിനെ രക്ഷിച്ചതോടുകൂടിയാണ് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും കൃപയുടെ സുവിശേഷവും കൃപായുഗവും ആരംഭിക്കുന്നത്. കാരണം ഒരു ഡിസ്പെൻസർ ഇല്ലാതെ ഒരു ഡിസ്പെൻസേഷൻ ആരംഭിക്കുകയില്ല. So by the way, don't think that the eunuch and Cornelius were mere Gentiles. അവർ വെറും പൂർണ്ണ ജാതികളാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. They were not mere Gentiles. പിന്നെയോ അവർ ആദ്യം ജാതികളായിരുന്നു. അതിനുശേഷം അവർ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞു, ഇസ്രായേലിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവർ അങ്ങനെ യഹൂദ മതാനുസാരികളായവരാണ് അവർ. They were proselytes. അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞ് പ്രോസ്ലൈറ്റ്സ് ആയവരാണ്. ഒരു ജെന്റൈൽ ആരാണെന്ന ചോദ്യത്തിനുള്ള പൂർണ്ണമായ ഉത്തരം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. അതായത് ജാതികൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദാനത്തിന്റെ ഉടമ്പടിക്ക് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്നാണ് ജാതികളെ പറ്റി ബൈബിൾ പറയുന്നത്. ആൻഡ് ഹാവിംഗ് നോ ഹോപ്പ് ആൻഡ് വിത്തൗട്ട് ഗോഡ് ഇൻ ദ വേൾഡ്. ദിസ് ദ ഡെഫിനിഷൻ ഓഫ് എ ജെന്റൈൽ. ഇതാണ് ജാതികൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരം എന്ന് പറയുന്നത്. പക്ഷേ ഷണ്ടനെ പറ്റി എന്താണ് എഴുതിയിരിക്കുന്നത് നാം നോക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം നാം വായിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഷണ്ടൻ ജെറുസലേമിൽ ആരാധനയ്ക്ക് പോവുകയും ആരാധനയ്ക്ക് ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അദ്ദേഹം തന്റെ രഥത്തിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അദ്ദേഹം ബൈബിൾ വായിക്കുകയായിരുന്നു. ഹി വാസ് റീഡിംഗ് ദ ബൈബിൾ. അപ്പോൾ എത്ര ദൈവഭക്തനായ മനുഷ്യനാണിതെന്ന് നോക്കുക. ഇനി കൊർണലിയൂസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിൽ കൊർണലിയൂസിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കൊർണലിയൂസ് ദൈവഭക്തനാണെന്നും ദൈവത്തെ ഭയപ്പെടുന്നവനാണെന്നും ദാനധർമ്മിയാണെന്നും അതിനുശേഷം ദൈവത്തോട് എല്ലാ സമയവും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു കൊർണലിയൂസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അപ്പസ്തോല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ശ്രദ്ധിക്കുക. കൊർണലിയൂസ് മറുപടി പറഞ്ഞു, 4 ദിവസം മുമ്പ് ഈ സമയത്ത് വീട്ടിൽ വെച്ച് ഞാൻ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന നടത്തുകയായിരുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന നാം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും കാണുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇവിടെ പറയുന്നു, ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന, the 9th hour of prayer is related to the Jews. It's a Jewish prayer, is connected to the Jews. അതായത് 9-ാം മണിക്കൂറിലെ പ്രാർത്ഥന അത് യഹൂദരുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. സോ ഡോണ്ട് തിങ്ക് ദാറ്റ്. ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഈ ഷണ്ടനും കൊർണലിയൂസും അവർ പൂർണ്ണ ജാതികൾ ആയിരുന്നില്ല. they were not mere Gentiles. പിന്നെയോ അവർ ആദ്യം ജാതിയരായിരുന്നു. അതിനുശേഷം ഇസ്രായേലിന്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവർ ദൈവവുമായി ബന്ധം പുലർത്തിയവരായിരുന്നു. ദൈവത്തോട് എല്ലാ സമയവും പ്രാർത്ഥന നിരതരായിരുന്നു. അവർ ദൈവഭക്തരായിരുന്നു. So Paul is our apostle and he is the apostle of Gentiles and God ordained him as the apostle of Gentiles. ഇനി എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ശ്രദ്ധിക്കുക. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, പൗലോസായ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവകൃപ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. Here Paul certifies that the dispensation of grace or the age of grace God is given to him. അതായത് പൗലോസിനെയാണ് ഫലമേൽപ്പിച്ചത്. ഇനി 3-ാം വാക്യം ശ്രദ്ധിക്കുക. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപ്പാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. ഇവിടെ പൗലോസ് അപ്പസ്തോലൻ വീണ്ടും പറയുകയാണ്, ഇറ്റ് വാസ് എ ഹിഡൻ മിസ്റ്ററി. ദിസ് ഗോസ്പൽ ഓഫ് ഗ്രേസ് വാസ് എ ഹിഡൻ മിസ്റ്ററി ഇൻ ഗോഡ്സ് മൈൻഡ് ബട്ട് നൗ റിവീൽഡ് ടു ഹിം. ഹി ഗോട്ട് ഇറ്റ് ബൈ റെവലേഷൻ, ഹി സേസ്. ഇത് പൗലോസ് അപ്പസ്തോലന് വെളിപ്പാടിലൂടെയാണ് ലഭിച്ചത്. ഇനി 4-ാം വാക്യം പറയുന്നു, അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ അവിടുത്തെ വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും പരിശുദ്ധാത്മാവിനാൽ വെളിവാക്കപ്പെട്ടതുപോലെ മറ്റു തലമുറകളിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. സോ പൗലോസ് അപ്പസ്തോലൻ വീണ്ടും അത് ക്ലാരിഫൈ ചെയ്യുകയാണ്. ഈ ക്രിസ്തുവിന്റെ രഹസ്യം ദൈവം അദ്ദേഹത്തിനാണ് വെളിപ്പെടുത്തി കൊടുത്തതെന്നും അത് ഇപ്പോഴാണ് വെളിപ്പെടുത്തി കൊടുത്തത്. Now it got revealed to him, to the fellow apostles and prophets. ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പൗലോസിന്റെ കൂടെ ദൈവവേല ചെയ്ത ശുശ്രൂഷകരാണ്. അത് നാം ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പഠിച്ചുവല്ലോ.
So this is the dispensation of grace which was hidden in other ages. ഇത് ദൈവം ഒരു പഴയ നിയമ പ്രവാചകനും ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. Not even the 12 apostles, 12 അപ്പോസ്തലന്മാർക്കും ഇതിനെപ്പറ്റി അറിവില്ലായിരുന്നു. They don't know about the church, the body of Christ, where Jews and Gentiles would be equal, who are going to inherit the heaven. സ്വർഗം അവകാശമാക്കാൻ പോകുന്ന യഹൂദനും ജാതിയിലും എന്ന് വ്യത്യാസമില്ലാത്ത ഈ ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയെപ്പറ്റി പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് വരെ മറ്റാർക്കും അറിയുമായിരുന്നില്ല. ഇനി 6-ാം വാക്യം ശ്രദ്ധിക്കുക. ഈ വെളിപ്പാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും വിശ്വാസത്താൽ യേശു ക്രിസ്തു വഴി സുവിശേഷത്തിന്റെ ഭാഗഭാക്കുകളുമാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ആൻഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് പ്രോമിസ് ഇൻ ക്രൈസ്റ്റ് ബൈ ദ ഗോസ്പെൽ. ഇൻ ക്രൈസ്റ്റ് ബൈ ദ ഗോസ്പെൽ. സോ ഫൈനലി ഹിയർ പോൾ കംസ് ടു ദ പോയിന്റ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ പോയിന്റിലേക്ക് വരികയാണ്, ഈ സുവിശേഷത്തിന്റെ പ്രത്യേകതയിലേക്ക് വരികയാണ്. ഇവിടെ Here mentioned promises are not the promises God given to Israel. ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഈ വാഗ്ദാനങ്ങൾ ഇത് ദൈവം ഇസ്രായേലിന് നൽകിയ വാഗ്ദാനങ്ങളല്ല. ആ വാഗ്ദാനങ്ങളുടെ ആ പ്രവചന പദ്ധതിയുടെ ആ പ്രോഗ്രാം ദൈവം കൃപായികം ആരംഭിച്ചപ്പോൾ താൽക്കാലികമായി നിർത്തുകയും അങ്ങനെ കൃപായികം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ that prophesied program will continue after the rapture. അത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ഇനി റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ശ്രദ്ധിക്കുക. ക്രിസ്തു പരിച്ഛേദിതർക്ക് ശുശ്രൂഷകനായി, അതായത് ദൈവത്തിന്റെ സത്യനിഷ്ഠ വെളിപ്പെടുത്താനും പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം സ്ഥിരീകരിക്കേണ്ടതിനും ക്രിസ്തു പരിച്ഛേദിതർക്ക് ശുശ്രൂഷകനായി. സോ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നപ്പോൾ, ഇസ്രായേലിലേക്ക് വന്നപ്പോൾ, യഹൂദരുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ആ വാഗ്ദാനങ്ങൾ അവിടെ കൺഫേംഡ് ആയി മാത്രമേ ചെയ്തുള്ളൂ. ആ പ്രോമിസസ് അവർക്ക് ലഭിച്ചില്ല. പക്ഷേ they will get that promises. But only after we get our promises. നമുക്ക് നമ്മുടെ വാഗ്ദാനങ്ങൾ ദൈവം നൽകിയതിന് മാത്രമേ അവരുടെ പ്രോഗ്രാം ദൈവം ആരംഭിക്കുകയുള്ളൂ. അങ്ങനെ അവർക്ക് അവരുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടും. അങ്ങനെ ഉൽപ്രാവണത്തിന് ശേഷം, മഹോപദ്രവ കാലത്തിന് ശേഷം അവരുടെ രാജാവ് അവരോട് പ്രൊഫസൈ ചെയ്ത ആ കിങ്ഡം അവർക്ക് സ്ഥാപിച്ചു കൊടുക്കുകയും അങ്ങനെ അവരെ രാജാക്കന്മാരാക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ പ്രോമിസസ് എല്ലാം ദൈവം ഫുൾഫിൽ ചെയ്യും. അങ്ങനെ ഭൂമിയിൽ ശേഷിച്ച ജാതികളെല്ലാവരും ഇസ്രായേലിന്റെ അനുഗ്രഹങ്ങൾ റിസീവ് ചെയ്യാൻ ജെറുസലേമിലേക്ക് പോകേണ്ടി വരും. ഇനി റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ഉം 28-ഉം വാക്യങ്ങൾ ശ്രദ്ധിക്കുക. റോമാലേഖനം 11-ാം അധ്യായത്തിന്റെ 25-ഉം 28-ഉം വാക്യങ്ങൾ. ഇവിടെ പറയുന്നു, സഹോദരരെ, ജ്ഞാനികളെന്ന് അഹങ്കരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയകാഠിന്യം ഉണ്ടായിട്ടുള്ളൂ, അതും വിജാതിയർ പൂർണ്ണമായി സ്വീകരിക്കപ്പെടുന്നത് വരെ മാത്രം. ഇനി 28-ാം വാക്യം ശ്രദ്ധിക്കുക. സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിന്റെ ശത്രുക്കളാണ്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചാകട്ടെ അവരുടെ പൂർവികരെ പ്രതി അവർ സ്നേഹഭാജനങ്ങളാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളിയും പിൻവലിക്കപ്പെടാവുന്നതല്ല. സോ ഹിയർ മെൻഷൻ പ്രോമിസസ് ആർ നോട്ട് ദ പ്രൊഫസൈഡ് പ്രോമിസസ് ടു ഇസ്രായേൽ. ഇനി ദൈവം എല്ലാ വാഗ്ദാനങ്ങളും ആദ്യം യഹൂദർക്കാണ് നൽകിയത്. വെദർ ഇറ്റ് ഈസ് എ earthly program or a heavenly program, God gave all the promises to Jews first. അതൊരു ഭൗമികമായ പദ്ധതിയാണെങ്കിലും സ്വർഗീയ പദ്ധതിയാണെങ്കിലും എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആദ്യം യഹൂദർക്കായിരുന്നു നൽകിയത്. ഈവൻ പൗലോസ് പോലും ജാതികളുടെ അപ്പസ്തോലനാണെങ്കിലും പൗലോസ് ആദ്യം യഹൂദരോടാണ് സുവിശേഷം അറിയിച്ചിരുന്നത്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ശ്രദ്ധിക്കുക. റോമൻസ് ചാപ്റ്റർ 1:16. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതായത് ആദ്യം ഗോസ്പൽ പ്രസംഗിക്കേണ്ടത് യഹൂദരോടായിരുന്നു, അതിനുശേഷമാണ് ജാതികളിലേക്ക് രക്ഷ വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് പൗലോസ് എവിടെയെങ്കിലും സുവിശേഷം അഥവാ ദി ഗോസ്പൽ എന്ന് പൗലോസ് അപ്പസ്തോലൻ എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം തനിക്ക് വെളിപ്പെടുത്തി കൊടുത്ത സുവിശേഷത്തെ പറ്റിയാണ് പൗലോസ് അപ്പസ്തോലൻ അവിടെ പ്രതിപാദിക്കുന്നത്. അത് യഹൂദരോടായിരുന്നു ആദ്യം. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അവർ പൗലോസിനെയും പൗലോസിന്റെ സുവിശേഷത്തെയും ധിക്കരിക്കുകയും എതിർക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. ദേ ഓൾ റിജക്റ്റഡ് പോൾ ആൻഡ് ഹിസ് ഗോസ്പൽ. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ഈ രക്ഷ നിങ്ങളിൽ നിന്നും ജാതികളുടെ അടുക്കിലേക്ക്
ദൈവത്തിലേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് അവസാനം സംഭവിച്ചത്. എന്നിട്ട് പറയുകയാണ്, ദെയർ എനിമീസ് ഓഫ് ഗോഡ് ഫോർ അവർ സേക്ക്. അവർ നമ്മളെ പ്രതി ദൈവത്തിന്റെ ശത്രുക്കളാണ് ഈ യുഗത്തിൽ. നമുക്കറിയാം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ മെജോറിറ്റി ആളുകളും ജാതികളാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ യഹൂദർ കൗണ്ടബിൾ ആണ്. അവർ എണ്ണി തീർക്കാവുന്നത്ര ശരീരമാകുന്ന സഭയിൽ യഹൂദർ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ ജാതികളാണ് അധികവും ഉള്ളത്. കാരണം ഇത് ജാതികൾക്ക് ദൈവം തന്നിരിക്കുന്ന ടൈമാണ്. ഇസ്രായേലിലേക്ക് ദൈവം ഈ കൃപായുഗം കഴിഞ്ഞാലേ ദൈവം മുഖം തിരിക്കുകയുള്ളൂ. സോ ദേ വർ ഫസ്റ്റ് ഇൻ ദ ടൈം പാസ്റ്റ്, but now we are first, and only after taking us into the heaven God will start their program again. ആദ്യം അവരായിരുന്നു, പക്ഷെ ഇപ്പോൾ നമ്മളാണ് ആദ്യം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റിയതിനു ശേഷമേ അവരുടെ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റുകയുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞത് ഓർക്കുക, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും. ഇനി പത്രോസ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ മൂന്നാം അധ്യായത്തിന്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആക്ട്സ് ചാപ്റ്റർ 3 verse 19 to 25. അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുവിൻ. നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടെ നയിക്കുകയും ചെയ്യും. ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ വഴി ദൈവം അരുളി ചെയ്തതുപോലെ സകലത്തിന്റെയും പുനഃസ്ഥാപന കാലം വരെ സ്വർഗം അവനെ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. മോശ ഇപ്രകാരം പറഞ്ഞു, ദൈവമായ കർത്താവ് നിങ്ങൾക്കായി നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ഉയർത്തും. അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്തവരെല്ലാം ജനത്തിന്റെ ഇടയിൽ നിന്ന് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടും. സാമുവലും തുടർന്നു വന്ന പ്രവാചകന്മാരും ഈ ദിവസങ്ങളെപ്പറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രാഹത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതരാകും. അതായത് പത്രോസ് ഇവിടെ പറയുന്നത് എല്ലാ ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫറ്റ്സും പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാവരും അതുപോലെ തന്നെ പത്രോസും യേശു ക്രിസ്തുവിന്റെ 2ാം വരവിനായാണ് അവർ കാത്തിരുന്നത്. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റിയല്ല. നമ്മൾ ക്രിസ്തുവിന്റെ 2ാം വരവിനായല്ല കാത്തിരിക്കുന്നത്, നാം ഉൽപ്രാവണത്തിനായാണ്. കർത്താവ് നമ്മളെ മേഘങ്ങളിൽ ചേർത്തുകൊള്ളുന്ന ആ ദിനത്തിനായാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. നാം നമ്മുടെ ശിരസിനോട് ചേരുന്ന ആ ദിവസത്തിനായാണ് നാം കാത്തിരിക്കുന്നത്. ദൈവം നമ്മെ തന്റെ പുത്രനോടുകൂടി സ്വർഗസ്ഥലങ്ങളിൽ നമ്മെ ഇരുത്തിയിരിക്കുന്നു. ആൻഡ് വി ആർ ഹിസ് ബോഡി ആൻഡ് ഹീസ് അവർ ഹെഡ്. പഴയ നിയമത്തിലെങ്ങും നമുക്ക് ശരീരമാകുന്ന ഈ ഹെഡ് ബോഡി റിലേഷൻഷിപ്പ് ഇത് നമുക്ക് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ നിന്നോ പഴയ നിയമ പുസ്തകത്തിൽ നിന്നോ നമുക്ക് കാണാനോ ഗ്രഹിക്കാനോ സാധിക്കുന്നതല്ല. പക്ഷേ പൗലോസിന്റെ ലേഖനങ്ങളിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഫെലോഷിപ്പ് ഓഫ് ദ മിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് പൗലോസ് അപ്പസ്തോലനാണ് ഒരേ ഒരു അപ്പസ്തോലൻ. ഇത് ജാതികൾക്ക് വേണ്ടി മിനിസ്റ്റർ ചെയ്ത ഒരേ ഒരു അപ്പസ്തോലൻ പൗലോസ് ആണ്. ആൻഡ് പൗലോസ് ആണ് വിജാതിയർക്ക് വേണ്ടി ഉപദ്രവങ്ങൾ സഹിച്ച അപ്പസ്തോലൻ. പൗലോസ് അപ്പസ്തോലനാണ് വിജാതിയർക്ക് വേണ്ടി എഴുതിയ അപ്പസ്തോലൻ. പൗലോസ് അപ്പസ്തോലനാണ് വിജാതിയർക്ക് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന അപ്പസ്തോലൻ. 11 പേരും ജെറുസലേമിൽ മാത്രമായിരുന്നു സുവിശേഷം അറിയിച്ചിരുന്നത്. അവർ യഹൂദരോട് മാത്രമായിരുന്നു സുവിശേഷം അറിയിച്ചിരുന്നത്. സി ഹൂം പീറ്റർ ഈസ് അഡ്രസ്സിംഗ് ഇൻ ഹിസ് ലെറ്റർ. പത്രോസ് തന്റെ ലേഖനത്തിൽ ആരെയാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് നോക്കുക. പത്രോസ് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാണ് അദ്ദേഹം ലേഖനം എഴുതുന്നത്. ഇനി യോഹന്നാൻ ലേഖനം എഴുതുന്നത് അദ്ദേഹം മഹോപദ്രവ കാലത്തെ പറ്റി, അഥവാ യാക്കോബിന്റെ കഷ്ടകാലം എന്ന് വിളിക്കുന്ന മഹോപദ്രവ കാലത്തെ പറ്റിയാണ്. അത് യഹൂദർക്കാണ് ദൈവം, അത് എസ്പെഷ്യലി ഫോർ ജ്യൂസ്, അത് യഹൂദർക്കാണ് എസ്പെഷ്യലി. അതിലൂടെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഒരിക്കലും കടന്നു പോവുകയില്ല. ആൻഡ് വി ആർ ദ ചർച്ച്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വിൽ നോട്ട് ഗോ ത്രൂ ദ ട്രിബുലേഷൻ. And we the church is not at all in the book of Revelation. നാം വെളിപ്പാട് പുസ്തകത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ടില്ല. നമ്മൾ ആ പുസ്തകത്തിലില്ല. ആളുകൾ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത് ഡിസ്പെൻസേഷണൽ ചേഞ്ച് അറിയാതെയാണ് അവർ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്കുള്ള ഡോക്ട്രിൻ ആണെന്ന് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഡിസ്പെൻസേഷനെ കുറിച്ചുള്ള ബേസിക് തിയറി, ദൈവം ഒരു ഡിസ്പെൻസേഷനിൽ നിന്നും ദൈവം തന്റെ ഉപദേശങ്ങൾ, ആ ഉപദേശമായിരിക്കില്ല ദൈവം അടുത്ത ഡിസ്പെൻസേഷന് നൽകുന്നത്. ദാറ്റ്സ് ദ ബേസിക് തിയറി റിഗാർഡിംഗ് ഡിസ്പെൻസേഷൻസ്. ആൻഡ്
ബിറ്റ്വീൻ ടു ഡിസ്പെൻസേഷൻസ് ദർ വുഡ് ബി എ ഗ്രേറ്റ് ഇവന്റ്. ഒരു ഡിസ്പെൻസേഷനിൽ നിന്നും അടുത്ത യുഗത്തിലേക്ക് മാറുന്നതിന് മുമ്പ് ഇതിനിടയിൽ വെച്ച് ഒരു പ്രധാന ഇവന്റ് ഉണ്ടായിരിക്കും. ദർ വുഡ് ബി എ ഗ്രേറ്റ് ഇവന്റ്. സോ റാപ്ചർ വുഡ് ഹാപ്പൻ ബിഫോർ ദ ട്രിബുലേഷൻ പീരീഡ്. അതായത് മഹോപദ്രവ കാലത്തിന് മുമ്പ് ഉൽപ്രാപണം എന്ന ഇവന്റ് സംഭവിച്ചിരിക്കും. അങ്ങനെ കർത്താവ് നമ്മെ മേഘങ്ങളിൽ എടുത്തുകൊള്ളും. ട്രിബുലേഷൻ പീരീഡ് അതൊരു പ്രൊഫസൈഡ് പ്രോഗ്രാം ആണ്. അതായത് ദാനിയേലിന്റെ 70-ാം ആഴ്ചവട്ടം എന്ന് വിളിക്കുന്ന ആ സംഭവമാണ് വെളിപ്പാട് പുസ്തകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പുസ്തകത്തിൽ നമ്മളില്ല. അവേഴ്സ് ഈസ് നോട്ട് എ പ്രൊഫസൈഡ് പ്രോഗ്രാം ആൻഡ് അവേഴ്സ് ഈസ് എ മിസ്റ്ററി പ്രോഗ്രാം. നമ്മളുടെ പ്രോഗ്രാം ഒരു മാർമിക പദ്ധതിയാണ്, അത് രഹസ്യ പദ്ധതിയാണ്. അതൊരു പ്രവചന പദ്ധതിയല്ല. ഇറ്റ്സ് നോട്ട് എ പ്രൊഫസൈഡ് പ്രോഗ്രാം. സോ വെളിപ്പാട് പുസ്തകം അത് നമുക്ക് വേണ്ടി എഴുതിയ പുസ്തകമല്ല. ഇനി എബ്രായ ലേഖനം ആർക്കാണ് എഴുതിയത്? എബ്രായർ എന്ന് പറഞ്ഞാൽ യഹൂദർ എന്നാണ് അർത്ഥം. ഏബറിന്റെ മക്കൾ എബ്രായർ, അവർക്കാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും വിശദീകരിച്ചിരിക്കുന്നത് പ്രവചനങ്ങളും അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യവും, അങ്ങനെ പ്രവചനങ്ങളെല്ലാം യേശുക്രിസ്തുവിൽ എങ്ങനെയാണ് നിവൃത്തിയായത്, ആ വിഷയത്തെ പറ്റിയാണ് അവിടെ ആ ലേഖനകാരൻ എഴുതുന്നത്. ഇനി യാക്കോബ് ആർക്കാണ് എഴുതുന്നത്? യാക്കോബ് 12 ട്രൈബ്സിനാണ് അദ്ദേഹം എഴുതുന്നത്, ഹു ആർ സ്കാറ്റേർഡ് അറൗണ്ട്. ഇനി യാക്കോബ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ 2ാം വരവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, ആക്ട്സ് ചാപ്റ്റർ 15:16. ഇവിടെ പറയുന്നു, ഇതിനു ശേഷം ഞാൻ തിരിച്ചു വരും. അപ്പോൾ ഏതിനു ശേഷമാണ് വരുന്നത്? മഹോപദ്രവ കാലത്തിന് ശേഷം. ആഫ്റ്റർ വാട്ട്? ആഫ്റ്റർ ദ ട്രിബുലേഷൻ. ഇതിനു ശേഷം ഞാൻ തിരിച്ചു വരും. ആര് തിരിച്ചു വരും? യേശുക്രിസ്തു തിരിച്ചു വരും. ഇതിനു ശേഷം ഞാൻ തിരിച്ചു വരും. ദാവീദിന്റെ വീടുമായി കൂടാരം ഞാൻ വീണ്ടും പണിയും. അതിന്റെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഞാൻ അതിനെ പുതുക്കി പണിയും. അതിനെ ഞാൻ വീണ്ടും ഉയർത്തി നിൽക്കും. സോ നമ്മൾ ഇസ്രായേലിന്റെ 12 ട്രൈബ്സ് ആണോ? നമ്മൾ യേശുക്രിസ്തു ദാവീദിന്റെ കൂടാരം വീണ്ടും പണിയാൻ അതിനായി കാത്തിരിക്കുന്നവരാണോ? നമ്മൾ 12 ഗോത്രങ്ങളാണോ? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് 12 അപ്പോസ്തലന്മാരെ ദൈവം തെരഞ്ഞെടുത്തത്? കാരണം there are 12 ട്രൈബ്സ്, 12 ഗോത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നാം 12 ഗോത്രങ്ങളല്ല. നമ്മുടെ അപ്പസ്തോലൻ പൗലോസ് ആണ്. പൗലോസ് അപ്പസ്തോലൻ 12 അപ്പസ്തലന്മാരുടെ ഭാഗമല്ല. So Paul is our apostle who wrote to us Gentiles. ഇനി എഫേസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ശ്രദ്ധിക്കുക. എഫേസ് ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം, ഈ വെളിപ്പാടനുസരിച്ച് വിജാതിയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിന്റെ അംഗങ്ങളും സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗഭാക്കുകളുമാണ്. സോ ഹിയർ മെൻഷൻ പ്രോമിസസ് ആർ നോട്ട് ദ പ്രൊഫസൈഡ് പ്രോമിസസ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഭൗമിക വാഗ്ദാനങ്ങളല്ല, നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് സ്വർഗീയ വാഗ്ദാനങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള സ്വർഗത്തിലുള്ള ചിന്തിപ്പീൻ എന്ന് നമ്മുടെ അപ്പസ്തോലൻ നമ്മോട് പറയുന്നത്. 1-2 അധ്യായത്തിൽ, എഫേസ് ലേഖനം 1-2 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വർഗീയ വാഗ്ദാനങ്ങളെ പറ്റിയാണ്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഒരു എർത്തലി പ്രോഗ്രാം അല്ല. നമുക്ക് ഈ വാഗ്ദാനങ്ങളെല്ലാം ലഭിച്ചത് ഇൻ ക്രൈസ്റ്റ് ബൈ ദ ഗോസ്പെൽ. ബൈ വിച്ച് ഗോസ്പെൽ? ബൈ ദ ഗോസ്പെൽ ഓഫ് ഗ്രേസ്, ബൈ ദ ഗോസ്പെൽ വിച്ച് ഗോഡ് റിവീൽഡ് ടു അപ്പോസ്റ്റിൽ പോൾ. ഈ സുവിശേഷത്തിലൂടെയാണ് നാം ദൈവത്തിന്റെ മക്കളായതും സുവിശേഷത്തിലൂടെ യേശുക്രിസ്തുവിന്റെ ഭാഗഭാഗങ്ങളായതും. സോ ദിസ് ഗോസ്പെൽ ഈസ് അക്കോർഡിംഗ് ടു ദ റെവലേഷൻ ഓഫ് ദ മിസ്റ്ററി ആൻഡ് ദിസ് ഗോസ്പെൽ ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ പ്രൊഫസി. സോ നിങ്ങൾക്ക് ഈ മർമ്മം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി 7-ാം വാക്യത്തിലേക്ക് വരാം. ദൈവത്തിന്റെ കൃപാവരത്താൽ ഞാൻ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി. അവിടുത്തെ ശക്തിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടത്രേ എനിക്ക് ഈ കൃപാവരം നൽകപ്പെട്ടത്. ഇത് 6-ാം വാക്യത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയുന്നത്, ഹി വാസ് മെയ്ഡ് എ മിനിസ്റ്റർ ഓഫ് ദി സ്പെഷ്യൽ ഗോസ്പെൽ, ഓഫ് ദിസ് മിസ്റ്ററി ഗോസ്പെൽ. ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രാധാന്യതയേറിയതാണ്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് ഹി സേസ് again all through his writings how he made a minister of the special gospel. അടുത്ത ഈ വാക്യം പറയുകയാണ്, ദൈവത്തിന്റെ കൃപാവരത്താൽ, according to the gift of the grace of God given to him by the effectual working of God's power. അതായത് ദൈവം
ദൈവം അക്കാലങ്ങളിൽ, അതായത് ദൈവം പൗലോസ് അപ്പസ്തോലൻ കൃപായുഗത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ദൈവം പൗലോസ് അപ്പസ്തോലന് പ്രത്യേക ശക്തി നൽകിയിരുന്നു, പരിശുദ്ധാത്മ ശക്തി നൽകിയിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ദൈവസഭയെ, അത് ക്രിസ്തുവിന്റെ ശരീരമെന്ന സഭയെ ഉറപ്പിക്കുന്നതിനും ഇസ്രായേൽ ജനത്തെ കൺവിൻസ് ചെയ്യുന്നതിനുമായിരുന്നു. ഇസ്രായേൽ ജനം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലാതെ വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യുവാനായിരുന്നു അന്ന് ദൈവം അത്തരം ശക്തികൾ പൗലോസ് അപ്പസ്തോലൻ നൽകിയത്. ബൈ ദ വേ, വി ഡോണ്ട് നീഡ് ലൈക്ക് ദാറ്റ്. നമുക്ക് അങ്ങനത്തെ ശക്തികൾ ആവശ്യമില്ല. ഒരു ഭവനത്തിന്റെ അടിസ്ഥാനം അത് സ്ട്രോങ് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം അദ്ദേഹത്തിന് അത്തരം ശക്തികൾ നൽകിയത്. അതിനുശേഷം ഈവൻ പൗലോസിന് പോലും അത്തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ദൈവം പൗലോസ് അപ്പസ്തോലന് 2 കൊരിന്ത്യർ ലേഖനം 12-9 പറയുന്നു, നിനക്കെന്റെ കൃപ മതി, എന്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. സോ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ us. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ കൃപയാണ് ദൈവം നമ്മൾ ധാരാളമായി ചുരുങ്ങിയിരിക്കുന്നത്. അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും ദൈവത്തിന്റെ കൃപ നമ്മളില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. വി വാക്ക് ബൈ ഫെയ്ത്ത് ആൻഡ് നോട്ട് ബൈ സൈറ്റ്. നാം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം നയിക്കപ്പെടുന്നത്. So let's wind up here today. Once again, remember that we are living in a wonderful dispensation. നാം ഒരു അത്ഭുതകരമായ യുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്, കൃപായുഗത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. This mystery dispensation was a mystery hidden in God's mind since the world began, and God revealed to Apostle Paul, and Paul is our apostle. പൗലോസ് അപ്പസ്തോലനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ മൂലക്കല്ലായിരിക്കുന്ന ഈ ഭവനത്തെയാണ് നാം എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത്. ഇതിന്മേലാണ് നാം ഈ ഭവനം നാം പണിതു പോകേണ്ടത്. സോ ക്രിസ്തുവാണ് നമ്മുടെ ശിരസ്, നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. നാം നമ്മുടെ ശിരസിനോട് ജോയിൻ ചെയ്യുവാനായി പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ ദിവസത്തിനായി ഒരുങ്ങാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.